നമസ്കാരം. ഇതാണ് വയത്തൂർ കാനപ്പള്ളി കാവ്. ശ്രീ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 500 മീറ്ററോളം കിഴക്ക് മാറി വയത്തൂർ പുറവയൽ പാതയോരത്താണ് കാനപ്പള്ളി കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തിറ മഹോത്സവം നടക്കുകയാണ്. അത് കാണുന്നതിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കാവിന് സമീപത്തുള്ള വയലിലാണ് തിറ മഹോത്സവം നടക്കുന്നത്. ഞാനിപ്പോൾ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഇപ്പോൾ തെയ്യത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴാണ് തെയ്യം ആരംഭിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾ അധികം ഇവിടെ എത്തിയിട്ടില്ല. തെയ്യത്തിൻ്റെ അണിയറക്കാരാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അവർ തെയ്യക്കോലങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ഇവിടെ ആദ്യം ഇറങ്ങുന്നത് പെരുമ്പുഴയച്ചൻ തെയ്യമാണ്. അത് കഴിയുമ്പോൾ മുത്തപ്പൻ്റെ അന്തിത്തിറയും, അതിനുശേഷം വാട്ടിൽ മുത്താച്ചി ഭഗവതിയും ഇറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറയിൽ ഭദ്രകാളി ഇറങ്ങുന്നത്. സംഹാരരുദ്രയായിട്ട് പുറപ്പെടുന്ന അറയിൽ ഭദ്രകാളിയെ സ്ത്രീകളൊന്നും കാണാറില്ല. അത്രയ്ക്കും രൗദ്രഭാവത്തിലാണ് അറയിൽ ഭദ്രകാളി ഇറങ്ങുന്നത്. അത് കഴിയുമ്പോൾ രാവിലെ നരിക്കുണ്ടത്തിൽ മുത്താച്ചി ഭഗവതിയും തുടർന്ന് കരിങ്കാളി ഭഗവതിയും അതിനുശേഷം കാനപ്പള്ളി ഭഗവതിയാണ് ഇറങ്ങുന്നത്. അതായത് ഈ കാവിൻ്റെ പരദേവതയായ കാനപ്പള്ളി ഭഗവതി. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് നീലക്കാളി ഭഗവതിയാണ്. വയത്തൂർ കളത്തിൽ തിറ നടക്കുന്നത് വിശാലമായ ഒരു വയൽപ്പരപ്പിലാണ്. അതുകൊണ്ട് ആളുകൾക്ക് തെയ്യം കാണാൻ ഒരുപാട് സൗകര്യമുണ്ട് ഇവിടെ. തെയ്യം ആരംഭിക്കുമ്പോഴേക്കും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഓരോ തെയ്യങ്ങൾക്കും വ്യത്യസ്തമായ വാളുകളാണ് ഉണ്ടാകുക. അത് മൂർച്ച കൂട്ടുന്നത് കാണാം നമുക്കിവിടെ. അതുപോലെ തെയ്യത്തിൻ്റെ മുടി എന്ന് പറയുന്നത് ഈറ്റ കൊണ്ടും ഓലകൾ കൊണ്ടുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത് വളരെയധികം സൂക്ഷ്മതയോടെയാണ് ഇവർ ചെയ്യുന്നത്. കുട്ടികളെ കാത്ത് ഐസ്ക്രീം വണ്ടിയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. സമയം ഇപ്പോൾ രാത്രി 8:30. തെയ്യം ആരംഭിക്കുകയായി. അതാ ചെണ്ടമേളം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം പെരുമ്പുഴയച്ചൻ തെയ്യത്തിൻ്റെ തോറ്റമാണ് ആരംഭിക്കുന്നത്. തെയ്യം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് നമ്മളീ കാണുന്നത്. ഇനി പെരുമ്പുഴയച്ചൻ്റെ തോറ്റമാണ്. ഉറഞ്ഞു തുള്ളുന്ന കോമരത്തെയാണ് നമ്മൾ കാണുന്നത്. കോമരം ഉറഞ്ഞു വന്നാണ് വാളുകൾ തെയ്യത്തിന് കൈമാറുന്നത്. കോമരത്തിൻ്റെ നൃത്തവും പെരുമ്പുഴയച്ചൻ തെയ്യത്തിൻ്റെ തോറ്റവും ഒക്കെ കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞപ്പോഴാണ് പെരുമ്പുഴയച്ചൻ തെയ്യത്തിൻ്റെ മുടി വെക്കുന്നത്. അപ്പോഴേക്കും ഒരുപാട് ആളുകൾ തെയ്യം കാണാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പെരുമ്പുഴയച്ചൻ തെയ്യം കഴിഞ്ഞ് 12 മണിക്ക് ശേഷമാണ് അന്തിത്തിറ മുത്തപ്പൻ ഇറങ്ങുന്നത്. ഞാൻ ഇതിനു മുമ്പ് ധാരാളം മുത്തപ്പൻ വെള്ളാട്ടവും തിരുവപ്പനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും
അന്തിത്തറ മുത്തപ്പനെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. സാധാരണയുള്ള മുത്തപ്പൻ വെള്ളാട്ടത്തിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട് അന്തിത്തറ മുത്തപ്പന്. അതിൻ്റെ പള്ളിവേട്ടയും ഇതൊക്കെ വളരെയധികം തമാശ കലർത്തിയുള്ള ഒരു ഇതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ വേണ്ടി. അന്തിത്തറ മുത്തപ്പൻ ഇറങ്ങി പകുതിയാകുമ്പോഴേക്കും ഭയങ്കരമായ ഇടിയും മഴയുമായിരുന്നു. അതുകൊണ്ട് വാട്ടി മുത്താച്ചി ഭഗവതി ഇറങ്ങാൻ താമസിച്ചു. ഞാൻ മഴയുള്ള സമയത്ത് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞാണ് വന്നത്. അപ്പോഴേക്കും വാട്ടിൽ മുത്താച്ചി ഭഗവതി കഴിഞ്ഞിരുന്നു. മഴ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ തെയ്യസ്ഥലത്തേക്ക് തിരികെ എത്തി. അപ്പോൾ പുലർച്ചെ 4 മണിയായിരുന്നു. അറയിൽ ഭദ്രകാളിയുടെ പുറപ്പാടിനുള്ള സമയമായിരുന്നു അപ്പോൾ. അറയിൽ ഭദ്രകാളി ഇറങ്ങിയ ഉടനെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒന്ന് ഭയപ്പെടുത്തിയിട്ടാണ് പോയത്. എല്ലാവരും പേടിച്ചു പോയി. അറയിൽ ഭദ്രകാളിയുടേത് ഉൾപ്പെടെ എല്ലാ തെയ്യത്തിൻ്റെയും ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി നരിക്കുണ്ടത്തിൽ മുത്താച്ചി ഭഗവതിയുടെ പുറപ്പാടാണ്. സാധാരണ രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങാറുണ്ട്. പക്ഷേ ഇന്ന് 9 മണിയായപ്പോഴാണ് ഇത് ഇറങ്ങുന്നത്. പതിനൊന്നര മണിയായപ്പോൾ കരിങ്കാളി ഭഗവതിയും ഇറങ്ങി. അതിൻ്റെ മുടിവെക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സമയം 3:30 മണി. ദേശത്തിൻ്റെ ദേവതയായ കാനപ്പള്ളി ഭഗവതിയുടെ പുറപ്പാടിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും.
ഇവിടെ ഇറങ്ങുന്ന ഭൂരിപക്ഷം തെയ്യങ്ങളും ഓടുന്ന തെയ്യങ്ങളാണ്. അത് കളത്തിൽ നിന്നും പുറത്തേക്ക് ഓടുമ്പോൾ പിടിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദേശത്തിൻ്റെ ദേവതയായ കാനപ്പള്ളി ഭഗവതി ഇറങ്ങുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാം നേർച്ച കൊടുക്കുന്നതിനായി ഇവിടെ എത്താറുണ്ട്. ഇവിടെ ഏറ്റവും അവസാനം ഇറങ്ങുന്ന നീലക്കാളി ഭഗവതിയുടെ പുറപ്പാടിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ഇന്ന് കുറച്ച് വെയിൽ കുറവുണ്ടായിരുന്നെങ്കിലും ചൂടിന് ഒരു കുറവുമില്ലായിരുന്നു. എല്ലാവരും അങ്ങിങ്ങായിട്ട് കൂട്ടം കൂടി ഇരിക്കുന്നത് കാണാം. നീലക്കാളി ഭഗവതി അല്പസമയത്തിനുള്ളിൽ ഇറങ്ങുന്നതാണ്. സാധാരണ നേരത്തെ ഇറങ്ങുന്നതാണ്, പക്ഷേ ഇന്ന് ലേറ്റായി. ഇപ്പോൾ 2025 ഏപ്രിൽ 30, മെയ് 1 തീയതികളിലായി നടന്ന വയത്തൂർ കളത്തിൽത്തിറ മഹോത്സവം ശുഭമായി പര്യവസാനിച്ചു. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം. ബായ്.